വെക്ടർ ഓൾജിബ്ര ആണ് എടുക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ 3Dയിൽ കുറച്ച് ഇക്വേഷൻസ് കുറെ പഠിച്ചിരുന്നില്ലേ, അതുപോലത്തെ തന്നെ ഇക്വേഷൻസ് ഇതിൽ പഠിക്കാനുണ്ട്. ചാപ്റ്റർ 10 പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് ഇസ് ഗിവൺ ബൈ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു പൊസിഷൻ വെക്ടർ ഒരു പോയിന്റ് 3 XY Z എന്ന് പറഞ്ഞ പോയിന്റ്സ് തരാണെങ്കിൽ നമ്മൾ അതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? നമ്മൾ 3Dയിൽ പഠിച്ച പോലെ ഇപ്പൊ XYZ ആണ് പോയിന്റ്സ് എങ്കിൽ XI ക്യാപ്പ് പ്ലസ് YJ ക്യാപ്പ് പ്ലസ് ZK ക്യാപ്പ് എന്നിട്ട് എഴുതാം. സോ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇതിന്റെ എല്ലാത്തിന്റെയും റൂട്ടിന്റെ ഉള്ളിൽ സ്ക്വയർ ചെയ്യും അല്ലെ? റൂട്ട് ഓഫ് X² പ്ലസ് Y² പ്ലസ് Z². റൂട്ട് ഓഫ് X² പ്ലസ് Y² പ്ലസ് Z². എഴുതി നിർത്തിയത് നമ്മൾ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞ സംഭവം എഴുതിയില്ലേ, ABC. ഇനി എഴുതാം ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസിൽ LMN നമ്മൾ എഴുതി. എന്നിട്ട് എഴുതാം ഡയറക്ഷൻ കൊസൈനും അതുപോലെ ഡയറക്ഷൻ റേഷ്യോയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? L ഈക്വൽ ടു A/R. ഇതിൽ R എന്ന് പറയുന്നതാണ് കേട്ടോ മാഗ്നിറ്റ്യൂഡ്. പിടിച്ചില്ലേ നേരത്തെ റൂട്ട് ഓഫ് വെച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചില്ലേ, അതാണ് മാഗ്നിറ്റ്യൂഡ്. അതിനെ R എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം L ഈക്വൽ ടു A/R, M ഈക്വൽ ടു B/R, അങ്ങനെ ഇക്വേഷൻ. ഇത് എഴുതിക്കോട്ടോ. ഡിവൈഡിങ് ദ ലൈൻ സെഗ്മെന്റ് ഇൻ ഗിവൺ റേഷ്യോ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇന്റേണലിന് എഴുതിയിട്ട് ഈ ഇക്വേഷനകത്ത് എഴുതിയാൽ മതി. ഇതിൻ്റെ ഇടയിലൊന്നും എഴുതണ്ട. പിന്നെ എക്സ്റ്റേണലി എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ എഴുതാം കേട്ടോ. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് M/N നമ്മൾ ലൈൻ സെഗ്മെന്റിനെ ഇന്റേണലി എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ചാപ്റ്ററിൽ അങ്ങനെ പഠിക്കുന്നുണ്ട് നമ്മളത് +1. ഹെഡിങ് എഴുതാം സ്കെലാർ പ്രൊഡക്റ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ എഴുതാം കോസ് തീറ്റ ഈക്വൽ ടു ഫോർമുലയും കൂടെ എഴുതിക്കോളൂ. അതൊന്നുമില്ല, ആ കോസിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതാ, വേറൊന്നും ചെയ്തിട്ടില്ല. എന്നാലും അതൊന്നും എഴുതിക്കോളൂ. ഈ പാഠം ഇതിൽ നിന്നൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആകെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലത്തെ എക്സ്ട്രാ ലാസ്റ്റ് വരുന്ന പോർഷൻ. അത് ശരിക്കും ഇതായിട്ട് കണക്ക് കൂട്ടാറില്ല, അത് വെറുതെ ഒരു പേരിന് ഡിലീറ്റ് ചെയ്തിരിക്കണം. അത് എഴുതി കഴിഞ്ഞ് വെക്ടർ പ്രൊഡക്റ്റ് എഴുതാം കേട്ടോ. അതിൻ്റെ ഇടയിൽ എഴുതിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതണ്ട. അതിൽ ഈ വെക്ടർ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ അതിൽ n ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് സംഭവം എക്സ്ട്രാ വരും. ആ n ക്യാപ്പ് എന്താണെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. n ക്യാപ്പ് ഒരു യൂണിറ്റ് വെക്ടറാണ്, എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ക്രോസ് പ്രൊഡക്റ്റ് കാണാനായിട്ടുള്ള ഈ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ. വെക്ടർ പ്രൊഡക്റ്റിന്റെ സൈഡിലെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതാം ക്രോസ് പ്രൊഡക്റ്റ് എന്നും കൂടെ എഴുതി വെച്ചു. സ്കലാർ പ്രൊഡക്റ്റിന്റെ സൈഡിൽ ബ്രാക്കറ്റിൽ എഴുതാം ഡോട്ട് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 3-4 പോയിന്റുകൾ കണ്ട, അത് മാത്രം ഒന്ന് എഴുതി വെച്ചേ. അത് ഡോട്ട് പ്രൊഡക്റ്റിന്റെ അവിടെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആൻസർ എഴുതാം, ക്രോസ് പ്രൊഡക്റ്റിന്റെ അവിടെ നാലാമത്തെ എഴുതാം കേട്ടോ. മറ്റേത് മെത്തേഡ് 1, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതിക്കും. A.B ഈക്വൽ ടു A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3 ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഇടയിൽ എഴുതാം. ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഇടയിൽ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് IJK A1 B1 C1 A2 B2 C2. Find the values of X and Y. Find the values of X and Y so that vectors A bar equal to XI cap plus 2J cap plus ZK cap. ശ്രദ്ധിക്കണം, ഇതിൽ എക്സിന്റെ വാല്യൂ തന്നിട്ടില്ല, പക്ഷെ വൈന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സെഡിന്റെ വാല്യൂ തന്നിട്ടില്ല. പിന്നെ ഇത് എ വെക്ടർ. ഇനി എഴുതാൻ പോകുന്നത് ബി വെക്ടർ കേട്ടോ. ബി വെക്ടർ തന്നിരിക്കുന്നത് 2i cap പ്ലസ് YJ cap പ്ലസ് K cap. എഴുതിയോ? ഇതിൽ പറയുന്ന കണ്ടീഷൻ ഇതാണ്, എ വെക്ടറും ബി വെക്ടറും ഈക്വൽ ആണെന്നാണ് പറയണത്. ഓക്കെ, എ വെക്ടറും ബി വെക്ടറും ഈക്വൽ ആണ്, അതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. എ വെക്ടർ ഈക്വൽ ടു ബി വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ if A vector equal to B vector, then find values of X, Y, Z എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? എ വെക്ടർ. എ വെക്ടർ വരുന്നത് XI cap പ്ലസ്
ടു ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. ഈ വെക്ടർ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും, ഈ വെക്ടർ കൊടുക്കും. ടു ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ഇങ്ങനെ എഴുതാം. അപ്പൊ അതിൽ നമുക്ക് ഇതിലത്തെ എക്സിന്റെ വാല്യൂ ഐ ക്യാപ്പിന്റെ കൂടെ വരുന്ന വാല്യൂസ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഐ ക്യാപ്പ് വരുന്നതിൽ ഇവിടെ 2 ആണ്, പക്ഷെ ഇവിടെ എക്സ് ആണ്. അതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ വാല്യൂ എന്താ? 2 ആണ്. ഇനി വൈയുടെ വാല്യൂ എന്തായിരിക്കും? 2. y = 2. പിന്നെ കെയുടെ വാല്യൂ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ 1 എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ 1 എന്നല്ല അർത്ഥം. ഇവിടെ സെഡിന്റെ വാല്യൂ ഇല്ല, സെഡിന്റെ വാല്യൂ എന്താണ്? 1. ഓക്കേ, ഇത്രയുള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ ആ വെക്ടർ നമുക്ക് എടുത്തെഴുതുമ്പോൾ ഫുൾ ആയിട്ട് എടുത്തെഴുതുമ്പോൾ അങ്ങനെ വരും: 2 ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. A vector equal to I plus 2j. B vector equal to 2i plus j. Okay. ശരിയോ? എഴുതാം. is mod A vector equal to mod B vector. Is mod A vector equal to mod B vector. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എ വെക്ടറും ബി വെക്ടറും സെയിം ആണോ? ആർ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ഈക്വൽ? ആർ ദി വെക്ടേഴ്സ് എ ആൻഡ് ബി ഈക്വൽ? കണ്ടുപിടിച്ചേ. എങ്ങനെ മോഡ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ മോഡുലസിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? റൂട്ട് ഓഫ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ? അതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിൽ നമ്മുടെ വാല്യൂസ് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സിന്റെ വാല്യൂ, എ വെക്ടറിൽ എക്സിന്റെ വാല്യൂ എന്താ? ഐന്റെ കൂടെയാണ് 1 സ്ക്വയർ പ്ലസ്, ഇനി ജെയുടെ കൂടെ വരുന്നതാണ് 2 പ്ലസ് കെയുടെ വാല്യൂ ഉണ്ടോ? അതിന്റെ അർത്ഥം 0 സ്ക്വയർ. 0 സ്ക്വയർ. അത് ആ കെ അവിടെ എഴുതിയിട്ടേ ഇല്ല, എഴുതിയിട്ടുണ്ടെങ്കിലാണ് 1 എടുക്കുക നമ്മൾ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 1 + 4 എന്ന് വരും. അതായത് റൂട്ട് 5 എന്ന് വരും. ഇതേപോലെ മോഡ് ബി ഒന്ന് കണ്ടുപിടിച്ചേ. റൂട്ട് 5 ആണ് കിട്ടി. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പൊ അതായത് നമുക്ക് റൂട്ട് 5 ആണ് കിട്ടും. അതിന്റെ അർത്ഥം ഈ ഇത് ശരിയല്ല പറഞ്ഞത്. ഈ എ വെക്ടർ ഈക്വൽ ടു മോഡ് എ വെക്ടർ എന്ന് പറയുന്നതും ബി വെക്ടർ എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ എഴുതി വെക്കാം. therefore മോഡ് എ വെക്ടർ ഈക്വൽ ടു, ഇവര് രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് ആണ് ഈക്വൽ ആയിട്ടുള്ളൂ. മാഗ്നിറ്റ്യൂഡ് സെയിം ആ, പക്ഷെ ഇവരുടെ കറസ്പോണ്ടിങ് വാല്യൂസ് സെയിം ആണോ? ഇതിന്റെ ഐയുടെ വാല്യൂ അല്ല, ഇതിന്റെ ഐയുടെ വാല്യൂ. ഇതിന്റെ ജെയുടെ വാല്യൂ അല്ല, ഇതിന്റെ ജെയുടെ വാല്യൂ. കെയുടെ വാല്യൂ മാത്രമേ സെയിം ഉള്ളൂ. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവോ? രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് കമ്പോണൻസും. അപ്പൊ എഴുതി വെക്കാം. സിൻസ് ദ കറസ്പോണ്ടിങ് കമ്പോണൻസ് ആർ different, A and B are not equal vectors. Since the corresponding components are different, A and B are not equal vectors. ഞാൻ ഇപ്പോൾ ഈക്വൽ വെക്ടേഴ്സിന്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതി വെക്കാം. ഈക്വൽ വെക്ടർ എന്ന് ഹെഡിങ് ഒന്ന് കൊടുത്തേ, എന്നിട്ട് ഡെഫിനേഷൻ എഴുതി. ഈക്വൽ വെക്ടേഴ്സ്: two vectors A bar and B bar. Two vectors A bar and B bar are said to be equal vectors if their corresponding components of ijk, if their corresponding components of I, j, k are same and also their magnitude. മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് മോഡ് എ ബാർ ആദ്യം തന്നെ കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അതായത് മോഡുലസ് വാല്യൂ എന്ന് പറയുന്നതും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം തന്നെ.
അപ്പോൾ ആദ്യം അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, വെറുതെ എല്ലാ ടേംസിനെയും കൂടി ബൈ ഇട്ട് വെച്ചാൽ മതി ആ കിട്ടുന്ന വാല്യൂ. അപ്പോൾ ആൻസർ ആവില്ലേ? അപ്പോൾ √14 കിട്ടി നമുക്ക്. മോഡ് ഇതിന്റെ നമുക്ക് ആൻസർ √14 ആണ് കിട്ടുക. ആ √14 ഇനി എ വെക്ടർ നമുക്ക് എന്താ തന്നിരിക്കുന്നവര് 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് എന്നല്ല തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, എ ബാർ ഡിവൈഡ് ബൈ മോഡ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതിന്റെ ഓരോ ടേമിന്റെയും കൂടെ, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ആദ്യം തന്നെ എഴുതാം. അത് തന്നെ എ ബാർ ആദ്യം തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ ഇത് √14 സ്പ്ലിറ്റ് ചെയ്യുക, ഓരോ ടേമിനും സ്പ്ലിറ്റ് ചെയ്യുക. 2/√14i ക്യാപ്പ് പ്ലസ് 3/√14j ക്യാപ്പ് പ്ലസ് 1/√14k ക്യാപ്പ്. ഇതാണ് എ വെക്ടർ. അല്ല, ഇത് എ ക്യാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. വെക്ടർ എ വെക്ടർ ഈക്വൽ ടു i ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ്. i ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്സ്. നമ്മൾ ക്വസ്റ്റ്യൻ അതിനെ വായിച്ച് മനസ്സിലാക്കാം. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ വെക്ടറിന്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്, എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള വെക്ടർ ആയിരിക്കണം നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന വെക്ടർ. കണ്ടുപിടിക്കാൻ പോകുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, മാഗ്നിറ്റ്യൂഡ് മാത്രം. മോഡ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം എന്നാണ് പറയണത്, 7 ആയിരിക്കണം. അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ശ്രദ്ധിച്ച് വായിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന, എന്തായാലും നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്, ആ വെക്ടറിന്റെ സെയിം ഡയറക്ഷനിലാണ് ഒരു വേറെ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ തന്നിരിക്കുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന വെക്ടർ എന്താ, എ ക്യാപ്പ് എ ബാർ ഈക്വൽ ടു i മൈനസ് 2j ക്യാപ്പ് അല്ലേ. അതിന്റെ എ ക്യാപ്പ് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ആ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിൽ നമ്മൾ *7 ചെയ്താൽ മതി. നമ്മൾ എന്താ നമ്മളോട് യൂണിറ്റ് എത്ര മാഗ്നിറ്റ്യൂഡ് ഉള്ള സാധനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്, 7 യൂണിറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറാണ് നമുക്ക് ആവശ്യം. വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് യൂണിറ്റ് വെക്ടർ കണ്ടിട്ട് ആ യൂണിറ്റ് വെക്ടറിന് *7 ചെയ്താൽ മതി. എ ക്യാപ്പിന്റെ ആൻസർ അല്ലേ ഇപ്പൊ കിട്ടിയത്, √5i ക്യാപ്പ് മൈനസ് 2/√5j ക്യാപ്പ് എന്ന് കിട്ടി. ഇനി ഇത് എ ക്യാപ്പിന്റെ ആൻസർ കിട്ടിയാൽ നമുക്ക് 7a ക്യാപ്പ് കണ്ടുപിടിക്കണം. അപ്പൊ അടിയിൽ എഴുതാം 7a ക്യാപ്പ് ഈക്വൽ ടു 7 ഇൻറ്റു ഇപ്പൊ കിട്ടിയ സാധനം ബ്രാക്കറ്റിൽ എഴുതാം, 7/√5i ക്യാപ്പ് മൈനസ് 14/√5j ക്യാപ്പ്. ഇപ്പൊ നമ്മളൊരു വെക്ടർ ആയില്ലേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട വെക്ടർ ആയി. നമ്മളോട് എന്താ ചോദിച്ചത്, ഒരു വെക്ടർ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. എയുടെ സെയിം ഡയറക്ഷനുള്ള വെക്ടർ ആയിരിക്കണം, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, 7 ആയിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു സാധനം കിട്ടി. ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ തരാം, ഇച്ചിരി വ്യത്യാസമുള്ളൂ. എക്സാമ്പിൾ 8. Find the unit vector in the direction of sum of the vectors Okay. Vector equal to 2i plus 2j minus 5k plus 2j minus 5k and b vector equal to 2i plus 3k. എന്ത് ചെയ്യണം, നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. തന്നിരിക്കുന്ന രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടറിന്റെ ഡയറക്ഷനിൽ നമുക്ക് രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടറുകൾ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ എന്താണോ അതിന്റെ സെയിം ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു വെക്ടർ നേരെ തന്നിക്കണം, അതിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു വെക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ രണ്ടെണ്ണം ഉണ്ടെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവിടെ നമുക്കൊരു സൂചന കൂടി ഉണ്ടായിരുന്നു, ഒരു കാര്യം കൂടെ നോക്കണമായിരുന്നു. എന്ത്, മാഗ്നിറ്റ്യൂഡ് അതിന്റെ എന്തായിരിക്കണം, കിട്ടാൻ പോണ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 7 ആയിരിക്കണം എന്നുള്ള കണ്ടീഷനും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ കണ്ടീഷൻ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഏത് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരില്ല, 7 ഇൻറ്റു നേരത്തെ ചെയ്ത ഒരു സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പ് വേണ്ടി വരില്ല. ഓക്കെ, അതിന് മുന്നേ വരെ ചെയ്യാം. എന്തൊക്കെ ചെയ്യേണ്ടി വരും, ആദ്യം തന്നെ ഇതിന്റെ സമ്മ് കാണണം. എ വെക്ടറിന്റെയും ബി വെക്ടറിന്റെയും സമ്മ് കിട്ടുന്ന വെക്ടർ എന്താന്നുള്ളത് അത് കാണണം.
അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ കിട്ടുന്ന വെക്ടർ എന്താണോ അതിന്റെ മൊഡുലസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആ മൊഡുലസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കും. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ചെയ്തോ. അപ്പൊ നമുക്ക് കിട്ടിയ വെക്ടർ a+b ചെയ്ത ആൻസർ അല്ലേ? അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സി വെക്ടർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ കിട്ടിയ പുതിയ വെക്ടറിന് പേര് നമുക്ക് മാറ്റി സി വെക്ടർ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ കിട്ടിയ വെക്ടറിന്റെ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ? കണ്ടുപിടിച്ചോ. √29 കിട്ടി. ശരിയാണ്. അല്ല നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനല്ല, ഈ സം ഓഫ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേ. ഈ സെയിം വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ്. യൂണിറ്റ് വെക്ടർ എന്ന് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ കിട്ടിയ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മൊഡുലസ് വാല്യൂ. വെച്ചിട്ടൊന്ന് പറഞ്ഞേ. നമ്മള് വെക്ടർ ആണ് എഴുതണേ, അപ്പൊ അതിൽ ഐ ജെക്ക് വേണല്ലോ. 4i by √29 plus 3j by √29 plus 2k by √29. ലാസ്റ്റത്തെ മൈനസ് അല്ലേ വരാ? ശരി. ഇത് എഴുതുമ്പോഴേ ഐയും ജെയും കെയും സെപ്പറേറ്റ് എഴുതിക്കോളൂ. അതായത് 4 ബൈ നമ്പർ ഒറ്റയായിട്ട് എഴുതാം. 4 by √29 ഐ പ്ലസ് 3 by √29 ജെ മൈനസ് 2 by √29 കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാമ്പിൾ 9 കേട്ടോ. റൈറ്റ് ദ direction ratios of the vector. Write the direction ratios of the vector a bar equal to I plus j minus 2k. I plus j minus 2k. And hence calculate its direction cosines. Calculate its direction cosines. എന്ത് ചെയ്യണം? നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ? ആ വെക്ടറിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ആദ്യം തന്നെ എഴുതാൻ പറ്റുന്നുണ്ട്. റേഷ്യോസ് നമ്മൾ എന്താന്ന് നമ്മൾ ഇക്വേഷൻ എഴുതി എഴുതി വെച്ചിരിക്കണേ. ഇതിൽ എ ബി സി എന്ന് പറയുമ്പോൾ ഏതാ? എ അതിന്റെ സ്ഥാനത്ത് 1, ബി 1, സി -2. യെസ്, ഗുഡ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ച് അതാണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ്. സോ ദ ഡയറക്ഷൻ റേഷ്യോസ് ആർ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1 ആൻഡ് സി ഈക്വൽ ടു -2. ഇനി എല്ലും എം എൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ സംഭവം ഡിവൈഡഡ് ബൈ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. അത്രയല്ലേ ഉള്ളൂ. ഇതിന്റെ എല്ലും എം എൻ അല്ലേ നമുക്കിനി ഡയറക്ഷൻ കൊസൈൻസ് ആയിട്ട് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? എ ഡിവൈഡഡ് ബൈ ആറ്. എന്ന് പറയുന്നത് എന്താ? ഇവരുടെ മാഗ്നിറ്റ്യൂഡ്. ശരി, ഓക്കെ. മാഗ്നിറ്റ്യൂഡ് അതിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലും എമ്മും എന്നിന്റെ വാല്യൂ എടുത്ത് എഴുതാം. ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലായില്ലേ? ഡയറക്ഷൻ കൊസൈൻ്റെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? ഇക്വേഷൻ എഴുതിക്കോളൂ. എൽ ഈക്വൽ ടു എ ബൈ ആർ ആണ്, ടു 1 by √6, കോമ എം ഈക്വൽ ടു ബി ബൈ ആർ ആണ്, അപ്പൊ ഈക്വൽ ടു ബി ഈക്വൽ ടു 1 by √6. എൻ ഈക്വൽ ടു -2 by √6. ഓക്കെ അല്ലേ? ഇനി എടുത്ത് എഴുതാ ഡയറക്ഷൻ കൊസൈൻസ് ആർ എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ കൊസൈൻസ് ആർ ബ്രാക്കറ്റിൽ 1 by √6, കോമ 1 by √6, കോമ -2 by √6. കാണുന്നുണ്ടോ? അങ്ങനെ എഴുതണം. ഡയറക്ഷൻ കൊസൈൻസ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കിട്ടിയ ആൻസേഴ്സ് ഒന്ന് ഒരുമിച്ച് ബ്രാക്കറ്റിൽ എഴുതാം. അടുത്ത ഹെഡിങ് എഴുതാം. വെക്ടർ ജോയിനിങ് 2 points. വെക്ടർ ജോയിനിങ് 2 points. 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണോ, എന്ത് വെക്ടർ നമുക്ക് കിട്ടണം, അതാണ് നമ്മളിവിടെ. അതായത് നമ്മൾ 3Dയുടെ ചാപ്റ്ററിൽ നമുക്ക് 2 പോയിന്റിന് ജോയിൻ ചെയ്യുന്ന പി ക്യു കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചില്ലേ? അവിടെ എന്താ പഠിച്ച? പി ക്യുവിന്റെ ഇക്വേഷൻ. പി എന്ന് പറഞ്ഞ ഒരു പോയിന്റും തരും, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റും തരും. അപ്പൊ പിയും ക്യൂവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ എന്താ പഠിച്ചത്? -x1 ഹോൾ സ്ക്വയർ y2 - y1 ഹോൾ സ്ക്വയർ z2 - z1 ഹോൾ സ്ക്വയർ. അപ്പൊ അതന്നെയാണ് ഇവിടുത്തെ ഇക്വേഷനും. 2 പോയിന്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ 2 പോയിന്റിനെ ജോയിൻ കൊണ്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്തേക്കാം? ഐയും ജെയും കെയും ഇട്ട് കൊടുത്തേക്കാം. നമ്മള് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് √ഓഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കും. അതായത് പിയും ക്യൂവും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് √(x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ ചെയ്യും. പിയും ക്യൂവും തമ്മിലുള്ള വെക്ടറാണ് കണ്ടുപിടിക്കണമെങ്കിൽ
നമ്മൾ ചുമ്മാ x2 മൈനസ് x1 പ്ലസ് y2 മൈനസ് y1j പ്ലസ് z2 മൈനസ് z1. മനസ്സിലായോ? പറഞ്ഞ് ചെയ്ത് നോക്കാം. പ്രശ്നം ഏതാ? എക്സാമ്പിൾ 10. Find the vector joining the points. Find the vector joining the points. P എന്നിട്ടിട്ട് ബ്രാക്കറ്റിൽ എഴുതാം 2, 3, 0. P എന്ന് പറഞ്ഞ പോയിന്റ് 2, 3, 0. And Q minus 1, minus 2, minus 4. Minus 1, minus 2, minus 4. Directed from P to Q. Directed from P to Q. അതായത് എവിടേക്കാണ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്? P യിൽ നിന്ന് Qയിലേക്കാണ് ഡയറക്ഷൻ കേട്ടോ. ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മൾ x2 ആയിട്ട് ആര് എടുക്കണ്ടേ? x1 എന്ന് പറയുന്നത് 2, പിന്നെ y2 എന്ന് പറയുന്നത് -2, y1 എന്ന് പറയുന്നത് 3, z2 എന്ന് പറയുന്നത് -4, z1 എന്ന് പറയുന്നത്. അപ്പൊ PQ എന്ന് എഴുതിയിട്ട് മേലെ ഒരു ബാർ വരച്ചോളാം. ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? എന്നിട്ട് ഇനി അതിന്റെ മോഡുലസ് വാല്യൂ കൂടെ കണ്ടുപിടിച്ചേ. അതായത് മോഡ് PQ എന്ന് ഇട്ടിട്ട് അതിന് മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഈ വെക്ടറിന്റെ എന്ത് കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് ഇട്ടിട്ട് കണ്ടുപിടിക്കും നമ്മൾ. അതായത് റൂട്ട് ഓഫ് -3ന്റെ സ്ക്വയർ പ്ലസ് -5ന്റെ സ്ക്വയർ. അപ്പോൾ എത്രയായി? പ്ലസ് 25 പ്ലസ് 16 എന്നല്ലേ വരാം. റൂട്ട് 50 എന്ന് വരും. അടുത്ത് ചെയ്യാം. അടുത്ത ഫോർമുല ചെയ്യാം. സെക്ഷൻ ഫോർമുലയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്താൽ എക്സാമ്പിൾ 11. Example 11. Consider 2 points P and Q. Consider 2 points P and Q with position vectors OP bar equal to A bar minus 2B bar. Okay. And ഇതേപോലെ തന്നെ OQ bar എന്ന് എഴുതാം. എന്നിട്ട് A bar plus B bar എന്ന് എഴുതാം കേട്ടോ. എന്നിട്ട് A bar plus B bar. ക്വസ്റ്റ്യൻ എഴുതാം. Find the position vector of a point. Find the position vector of a point R, capital R കേട്ടോ, which divides the line segment. Which divides the line segment joining P and Q in the ratio 2:1. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഇന്റേണലി, എക്സ്റ്റേണലി എന്ന് എഴുതാം. അപ്പൊ ഇനി നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്? OQ. ആദ്യം തന്നെ OP തന്നിട്ടുണ്ട് നമുക്ക്. OP എന്ന് പറയുന്ന വെക്ടർ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 3A bar minus 2B bar. അതേപോലെ OQ തന്നിട്ടുണ്ട് A bar plus B bar. നമുക്ക് റേഷ്യോ M:2N എന്ന് പറയുന്ന റേഷ്യോ 2:1 തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിനെ എവിടെയോ വെച്ച് R എന്ന് പറയുന്ന പോയിന്റ് വെച്ച് മുറിക്കണം. അപ്പോൾ ഈ റേഷ്യോ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 2:1. അതായത് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ 2, ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഈ റേഷ്യോയിലാണ് ഈ R എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിനെ മുറിക്കുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ R എന്ന് പറഞ്ഞ വെക്ടറിന്റെ, ഈ R എന്ന് പറഞ്ഞ പോയിന്റിന്റെ പൊസിഷൻ എവിടെയാണ് ആ വെക്ടർ കണ്ടുപിടിക്കാൻ. അതായത് IJK ടേംസിൽ ഈ പോയിന്റ് കണ്ടുപിടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റിനെ 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കണേ. അതായത് ഒരു ഭാഗം നീട്ടം കൂടുതലും ഒരു ഭാഗം നീട്ടം കുറവും. അപ്പോൾ R എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഈ ലൈൻ എന്ത് ചെയ്തത്? ഇതേപോലെ ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന R വെക്ടറിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് പറഞ്ഞിരിക്കുന്നത്. അതായത് R എന്ന് പറഞ്ഞ വെക്ടറിനെ നമുക്ക് xi പ്ലസ് എന്ത് എഴുതണം? അങ്ങനെയായിട്ട് കിട്ടണം. R വെക്ടറിനെ നമുക്ക് ഒരു വെക്ടറായിട്ട് എഴുതാൻ പറ്റണം. മനസ്സിലായോ? അത് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യിക്കുന്നതാണ് 2:1 എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇന്റേണലി ഇത്രയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ അതിന്റെ ബേസിസ് എന്താന്ന് പറഞ്ഞത്, അതിന് പിന്നിലുള്ള കഥ എന്താന്ന് പറഞ്ഞുള്ളൂ. നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് ആ രണ്ട് ഇക്വേഷൻ മാത്രം. ഏത് ഇക്വേഷൻ? ഇന്റേണലിയുടെയും എക്സ്റ്റേണലിയുടെയും രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ എന്നുള്ള റേഷ്യോ കണ്ടു കഴിഞ്ഞാലും റേഷ്യോ വെച്ചുള്ള കണക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ യൂസ് ചെയ്തേക്കാം.
ഓക്കെ, ഇക്വേഷൻ പറയും. ഇക്വേഷൻ ഇതിലേ അത് എക്സ്റ്റേണലിയുടെ അല്ലേ? പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ എം ബി പ്ലസ് എം എ ബൈ എം പ്ലസ് എൻ. ഞാൻ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് എമ്മിന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 2. എന്നിന്റെ വാല്യൂ 1. നമ്മൾ എന്ത് ചെയ്യും? ആർ വെക്ടർ എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ എഴുതും? അതായത് ഇവിടെ ബി വെക്ടർ എന്ന് നമുക്ക് തന്നിരിക്കുന്ന സംഭവം ഏത് വെക്ടറാണ്? ബി വെക്ടർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബി വെക്ടർ. ഇതിൽ എ വെക്ടർ എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വെക്ടർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എം ഇൻറ്റു ബി വെക്ടറിന് പകരം എഴുതി കൊടുക്കും എ പ്ലസ് ബി, പിന്നെ പ്ലസ് എൻ ഇൻറ്റു 3a minus 3a വെക്ടർ മൈനസ് 2b വെക്ടറിന് കൊടുക്കും, ഡിവൈഡഡ് ബൈ എം പ്ലസ് എന്നിന് പകരം എന്ത് കൊടുക്കും? തന്നിട്ടുണ്ട്. ഇതൊന്ന് സോൾവ് ചെയ്തേ. എന്ത് ചെയ്യാ? ഈ എമ്മിന് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് എമ്മിന് പകരം നമുക്ക് എമ്മിന് പകരം 2 കൊടുത്തൂടെ? അതുപോലെ എമ്മിന് പകരം 1 കൊടുക്കാൻ പറ്റും. എന്ത് ചെയ്യാ? ഈ 2വിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് ഒറ്റയടിക്ക് കിട്ടും. അതേപോലെ ഈ 1 ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും സോൾവ് ചെയ്യുമ്പോൾ? എന്ന് പറഞ്ഞേ, 2a bar plus 2b bar plus 3a bar minus 2ab 2b bar ab bar divided by 3. 3 ഇനി സോൾവ് ചെയ്തേ. ഇതിൽ 2a bar ഉണ്ട്, 3a bar ഉണ്ട്. 5a bar ഇനി plus 2b ബാറും മൈനസ് 2b ബാറും കട്ട് ചെയ്ത് പോയില്ലേ? അപ്പൊ 5a bar by 3 കിട്ടി. അപ്പൊ ഇതാണ് ആദ്യത്തെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇതിന്റെയാണ് ഇതിന്റെ ആൻസർ. ഇതേപോലെ എക്സ്റ്റേണൽ ഒന്ന് കണ്ടുപിടിച്ച് minus a vector plus 4b vector. ശരിയാണ്. മനസ്സിലായില്ലേ സംഭവം? ഒരു കണക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ഷൻ കഴിയും. എക്സാമ്പിൾ 12 ഷോ ദാറ്റ് ദ പോയിന്റ്. ഞാൻ എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ്സുകൾ ഇതായിട്ട് വെക്ടേഴ്സ് ആയിട്ട് പറയും. അപ്പോൾ എന്ന് എഴുതി കഴിഞ്ഞാൽ വെക്ടർ ബ്രാക്കറ്റിൽ എഴുതാം കേട്ടോ. ഞാൻ 3 പോയിന്റ്സുകൾ പറയുന്നത് എ ബി സി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഓരോ പോയിന്റ് പറയുമ്പോൾ അതിന്റെ വെക്ടർ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ ബ്രാക്കറ്റിൽ 2i minus j plus k 2i minus j plus k കേട്ടാ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കോമ ബി ബ്രാക്കറ്റിൽ i minus 3j minus 5k i minus 3j minus 5k ക്യാപിറ്റൽ. ഇനി c 3i cap minus 4j cap minus 4k cap 3 minus 4 minus 4 are the vertices of a right angled triangle. Are the vertices of a right angled triangle. ഓക്കെ, ഈ തന്നിരിക്കുന്ന എ ബി സി എന്ന് പറയുന്ന പോയിന്റ്സുകൾ എല്ലാതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ പോയിന്റ്സ് ആണ് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. അത് നമുക്കിപ്പോ ഇതിൽ നിന്ന് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണ്? നമ്മള് മറ്റേ പാഠത്തിൽ ചെയ്തപ്പോ ഒരു പാഠത്തിൽ ഇത് ഇങ്ങനത്തെ ഒരു കണക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് ആണ് ഇതിന് തെളിയിക്കാനാ. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെയല്ലേ ഇരിക്കുക. അപ്പൊ ഈ സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടിറ്റ്യൂഡ്. ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. ഇത് അപ്പം എവിടെയാണെങ്കിലും 90 ഡിഗ്രി വരുന്നത്, ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. 90 ഡിഗ്രി ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കാമല്ലോ. അതുപോട്ടെ, നമുക്കറിയേണ്ടത് ഈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ പൈത്തഗോറസ് തിയറം അനുസരിച്ചിട്ട് നമുക്കറിയാം എന്ത്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്?